എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും. അപ്പോൾ അവർ ഉപവസിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിന്റെ പുണ്യദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ 3-ാം ദിനത്തിൽ ഉപവാസത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഉപവാസം എന്നത്? ഉപവാസം എന്നത് കേവലം പട്ടിണിടക്കൽ മാത്രമല്ല, അരികെ വസിക്കുക, കൂടെ വസിക്കുക എന്നൊക്കെയാണ്. നമ്മുടേതായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നതാണ്. നമ്മൾ നോമ്പുകാലത്ത് എങ്ങനെയൊക്കെയാണ് ഉപവസിക്കാറ്? എങ്ങനെയൊക്കെ നമുക്ക് ഉപവസിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്, നാവിൻ്റെ ഉപവാസം. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പറയാതിരിക്കുക. 2, ഡിജിറ്റൽ ഉപവാസം. അനാവശ്യമായ ഫോണിൻ്റെ ഉപയോഗവും സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും കുറച്ച് ആ സമയം കുടുംബത്തിനും പ്രാർത്ഥനയ്ക്കും മാറ്റിവെക്കുക. 3, മനസ്സിൻ്റെ ഉപവാസം. നമ്മുടെ മനസ്സിലെ ദേഷ്യം, അസൂയ, അഹങ്കാരം എന്നിവ എടുത്തുമാറ്റി അവിടെ സ്നേഹം നിറയ്ക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഉപവാസം എന്നത് ഉപേക്ഷിക്കൽ മാത്രമല്ല, എന്തൊക്കെയോ നേടലുകൾ കൂടിയാണ്. ഓരോ ഭക്ഷണപ്പൊതിയും മാറ്റിവെക്കുമ്പോൾ പാവപ്പെട്ടവന്റെ വിശപ്പറിയാനും ഫോൺ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങൾ കേൾക്കാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉപവാസം പൂർണ്ണമാകുന്നത്. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു.